ഈ ജോബിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേഞ്ചറസ് ജോബാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മീൻസ് നമ്മൾ കൊണ്ടുപോകുന്ന എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, അതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, എർത്തും കൂടെ ഉണ്ട്. വെള്ളമാണ്, എർത്താണ്. സോ നമ്മുടെ ചെറിയൊരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മതി, സോ അത് മരണത്തിന് വരെ കാരണമാകുന്ന ഒരു ജോബാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വേൾഡിലെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ജോബ് എന്ന് പറയുന്നത്. ഡൈവിങ്ങിൽ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ മാത്രമാണ് നമ്മൾ ഡൈവ് ചെയ്യാതിരിക്കേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. പിന്നെ പീരീഡ്സ് സമയത്ത് നമുക്ക് ഡൈവ് ചെയ്യാം. പീരീഡ്സ് സമയത്തൊന്നും അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് മാറി നിൽക്കത്തൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ക്രാമ്പ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, പെയിൻ ഉള്ള ഒരാളായിരുന്നു. ഡൈവിങ്ങിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ പെയിൻ മാറി തുടങ്ങിയത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ പറയുന്ന പോലുള്ള എന്താ പറയുക, അങ്ങനെ ഒരു വ്യത്യാസമൊന്നും തോന്നിയിട്ടൊന്നുമില്ല, നോർമൽ തന്നെയാണ്. പിന്നെ ആണെങ്കിൽ 17 kgs വരെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെൽമെറ്റിനാണെങ്കിൽ 14 കിലോ വരുന്നുണ്ട്. നമ്മൾ വെയിറ്റ് ബെൽറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഓരോ എന്താ പറയുക വെറ്റ് സ്യൂട്ടിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ട വെയിറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈവൻ യൂസ് ചെയ്യുന്ന ഫിന്നിന് ഒരു വെയിറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ടൊരു 10-40 കിലോൻ്റെ അടുത്ത്. അതെ. നമസ്കാരം. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഓരോ സംവിധാനങ്ങൾ കൊണ്ടുവരുന്ന നാടാണ് നമ്മുടേത്. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് മത്സരിച്ച് ജയിച്ച ഒരു സർക്കാരുള്ള നാട്. ഇന്നും സ്ത്രീകൾ പുരുഷന്മാർ എന്ന് പറഞ്ഞ് വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടുള്ള നാട്ടിൽ നിന്നാണ് സ്ത്രീ പുരുഷ വ്യത്യാസം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതുല്യ എന്ന് പറയുന്ന നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു പെൺകുട്ടി മുന്നോട്ട് വരുന്നത്. അതായത് ഇന്ത്യയിൽ ഒരു ചരിത്രം കുറിച്ചുകൊണ്ടുള്ള ഒരു നേട്ടമാണ് അതിന്റെ കൈവരിച്ചിരിക്കുന്നത്. അതിലെ നമസ്കാരം. നമസ്കാരം. നമ്മൾ പൊസിഷൻ പറഞ്ഞു തുടങ്ങാം. ഇന്ത്യയിലെ ഫസ്റ്റ് സ്കൂബ ഡൈവർ, അതായത് കൊമേഴ്ഷ്യൽ ഫീമെയിൽ സ്കൂബ ഡൈവർ ആണ്. അങ്ങനെയല്ല അത് പറയാം. എന്താണ് അതിന്റെ? ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് ഫീമെയിൽ കൊമേഴ്ഷ്യൽ ഡൈവർ. സ്കൂബയും കൊമേഴ്ഷ്യലും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ കൊമേഴ്ഷ്യലിലാണ് ഞാൻ പാസ്സായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വനിത എന്നുള്ളത്. ഇത് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്കൂബ എന്ന് പറയുന്നത് റിക്രിയേഷണൽ ഏരിയ ആണ്. കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത് അവിടെ ഇൻഡസ്ട്രിയൽ വർക്ക്സ് ആണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും നമുക്ക്, അതായത് വിനോദപരമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് സ്കൂബ ഡൈവിങ്ങിലാണ്. ഇപ്പം നിങ്ങൾക്കൊക്കെ കടൽ കാണാൻ വരുന്ന, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊക്കെ കടൽ കാണാൻ വരുവാണെങ്കിൽ നിങ്ങൾ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിനല്ല, നിങ്ങളൊരു സ്കൂബ ഡൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അല്ലെങ്കിൽ ഒരു സെൻറ്ററിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്രോച്ച് ചെയ്യേണ്ടത്. സോ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാ തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ വർക്ക്സ്, ഇപ്പം എന്തും കടലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ആയിട്ടുള്ള എല്ലാ വർക്ക്സുകളും, ഇപ്പം ഡാം വർക്കുകൾ ഉണ്ടായിരിക്കാം, സീലായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ റിവറുകളിലൊക്കെ ആയിരിക്കാം. സോ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ വർക്ക്സും വരുന്നത് കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിലാണ്. മറ്റേത് ഞാൻ പറഞ്ഞ പോലെ തന്നെ റിക്രിയേഷണൽ ഏരിയ. ഇതുവരെ കേൾക്കാത്തൊരു മേഖലയാണിത്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്? ഓക്കെ, അതായത് ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അതാ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഞാൻ ചോദിക്കാനുള്ള കാര്യം, ചിരിക്കാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ HOD, ഞങ്ങൾ രണ്ടുപേരും സെൻറ്റ് മേരീസിലാണ് പഠിച്ചത്. സോ ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലിരുന്നിട്ട് കേട്ട ഒരേ വാചകമാണ് അത്. സ്ത്രീകളെ അതെ മേഖലകളുണ്ട്. അതിൽ കുറച്ച് കാറ്റഗറൈസ് ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ സ്കൂബ ഡൈവിങ്, സ്കൈ ഡൈവിങ് എന്നൊക്കെ. സോ അന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് കട്ട് ചെയ്ത്, അപ്പം തന്നെ ക്ലാസ്സിനെ കട്ട് ചെയ്ത് പോയായിരുന്നു അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞ ആ ഒരു വേർഡിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ 5 വർഷമായിട്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്കൂബ ഡൈവിംഗ് ആയിരുന്നു ഞാൻ ആദ്യം പഠിച്ചത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആദ്യത്തെ വനിതയാണ് ഞാൻ, കേരളത്തിൽ നിന്ന്. ഓക്കെ, പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിലേക്ക്, ഒരു 4 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിലേക്ക് പോകുന്നത്.
സോ മിസ്സ് പറഞ്ഞ ആ ഒരു വേർഡിൽ നിന്നായിരുന്നു തുടക്കം. അല്ലാതെ ചെറുപ്പം മുതൽ എനിക്ക് ഇന്ന അംബീഷൻ, എന്താണ് അംബീഷൻ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഡൈവർ ആവണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി എന്താണെന്നുള്ളത്. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ പോലീസിൽ പോകണം, അല്ലെങ്കിൽ വക്കീലാവണം, സിവിൽ സർവീസ്, അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു. നമ്മൾ ഒരുമിച്ചായിരുന്നു കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നതൊക്കെ. സോ അപ്പോൾ പോലും ഞാൻ നിങ്ങളോട് ആരെടുത്തും പറഞ്ഞിട്ടുണ്ട്, കാരണം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോഴാണ് എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടെ, എന്താണ് പുരുഷന്മാർ മാത്രം ആ ഒരു മേഖലയിൽ നിൽക്കുന്നത്, അതുമാത്രം എന്താണ് ഡിഫിക്കൽട്ടി, എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ അതിൽ വിജയിക്കും എന്നൊന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചതല്ല, എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാനത് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. എനിക്കത് വലിയ റിസ്ക് ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ നിന്നെ അന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് പഠിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്. സോ അന്ന് നീ വേറൊരു മേഖലയ്ക്ക് പോയി, ഞാൻ ഈ ഒരു മേഖലയ്ക്ക് പോയി. അതായത് ഈ പറയുന്നത് പോലെ നമ്മൾ ഏതൊരു കരിയർ സെലക്ട് ചെയ്യുമ്പോഴും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പണമാണ്. നമുക്ക് ഫണ്ട് ഇറക്കാനുണ്ടെങ്കിൽ വലിയ വലിയ കോഴ്സുകൾ എടുക്കാം എന്നുള്ള രീതിയിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. അതുല്യന്റെ കയ്യിൽ നിന്ന് പണം വല്ലതും പോകും. ഇത് പഠിക്കാൻ ഏകദേശം ഇപ്പൊ സ്കൂബ ഡൈവിംഗ് പഠിക്കാൻ ഏകദേശം നമുക്കൊരു 2 lakhs അടുത്ത് വരും. കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ആണെങ്കിൽ നമ്മുടെ എല്ലാം ഫ്ലൈറ്റും എല്ലാം കൂടിയിട്ട് ഒരു 12 lakhs rupees വരും. പക്ഷേ നമ്മൾ അത്ര മുടക്കിയിട്ടുണ്ടെങ്കിലും നമുക്കത് തിരിച്ച് പിടിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ സ്കില്ലിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൈസയൊക്കെ തിരിച്ച് പിടിക്കാവുന്നില്ല. ഞാൻ അന്ന് എൻ്റെ മുമ്പിലുണ്ടായിരുന്നത് ഈ പറയുന്ന ഡിഗ്രി കഴിഞ്ഞുള്ള ഒരു സംഭവം, ഡിഗ്രിയാണ്. സോ നമ്മുടെ കല്യാണത്തിൻ്റെയും കൂടെ ഒരു പ്രായമായിരുന്നു അല്ലേ. അപ്പോൾ ഞങ്ങളുടെ പാരൻസിനെ സംബന്ധിച്ചോളം അവർ നമ്മളെന്താ മക്കളുടെ കല്യാണം കൂടെ അവരുടെ മുമ്പിലുള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ, അവരുടെ മുമ്പിലുണ്ടായിരിക്കും കല്യാണം കഴിപ്പിച്ച് വിടണോ പഠിപ്പിക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഞാൻ പറഞ്ഞത് എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് പഠിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിലായിരുന്നു. സോ എൻ്റെ ആ ഒരു കല്യാണത്തിൻ്റെ പൈസ ആയിരിക്കും ചിലപ്പോൾ അവരെനിക്ക് ആ പഠിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരിക്കുക. എനിക്കത് തന്നു. ഞാൻ അതുപോലെ എല്ലാം എന്താ പറയുക ജോലിയൊക്കെ ചെയ്ത് എല്ലാം ഞാൻ തിരിച്ച് വീട്ടി. അപ്പോൾ എൻ്റെ ആ ഒരു കോൺഫിഡൻസിൽ ഇറങ്ങി എനിക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയായിരുന്നു. ഞാനെല്ലാം കടങ്ങളെല്ലാം ഞാൻ വീട്ടിൽ സ്വസ്ഥം സുന്ദരം എന്നുള്ള രീതിയിലേക്ക് ആക്കി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. കൊറോണ കാലത്താണ്, അതായത് പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ ടൈമിലാണ് ഇങ്ങനെ ഒരു സംഭവം, ഒരു കരിയർ ബ്രേക്ക് ഉണ്ടാകുന്നത് വേണമെങ്കിൽ പറയാം. അതായത് ടീച്ചർ ക്ലാസ് എടുക്കുന്നു, ക്ലാസ്സിന്റെ ഇടയിൽ അന്ന് എനിക്കൊന്ന് വുമൻസ് റിലേറ്റഡ് എന്തൊരു ക്ലാസ്, ജെൻഡർ സ്റ്റഡീസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറയാണ്, ഇന്നും നമ്മുടെ നാട്ടിലെ തുല്യത ഉണ്ട് എങ്കിൽ പോലും സ്ത്രീകൾ എത്തിപ്പെടാത്ത പല മേഖലകളുണ്ട്. അങ്ങനെ പറയുന്ന രീതിയിൽ പോകുമ്പോഴും ഇങ്ങനെ ഒരു മേഖല ഉണ്ടെങ്കിൽ പോലും നമുക്കത് കണ്ട് അല്ലെങ്കിൽ ഉണ്ട്, ഓക്കെ ഇത് എക്സാമിന് പഠിച്ചെഴുതാം എന്ന് മാത്രമുള്ള ഒരു രീതിയിലായിരുന്നു. അപ്പൊ അവിടുന്ന് അതുല്യ പോയി ഈ പറയുന്ന പോലെ അന്വേഷിക്കുന്നു, ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പൊ അതുല്യനെ കണ്ട് വേറൊരാൾക്ക് ഈ പറയുന്നത് പോലെ ഒരു അവസരം വേണം എന്ന് കരുതുകയാണെങ്കിൽ എങ്ങനെയാണ് അവർക്കൊരു ആ ഒരു വഴി ഒരുങ്ങുന്നത്, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടി വരുന്നത്? ഓക്കെ, ആക്ച്വലി നമുക്ക് വേണ്ട നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് 18 വയസ്സും ആയാൽ മതി. 18 വയസ്സും പിന്നെ നമ്മുടെ മെഡിക്കല് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആസ്മ ഉള്ളവർ ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ ഹൈ കൊളസ്ട്രോള്, ഹൈ BP, അറ്റാക്ക് കഴിഞ്ഞ വ്യക്തികൾ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും മേജറായി ചില സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മാക്സിമം ഡൈവിങ് അവോയ്ഡ് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈവിംഗ് എന്ന് പറയുന്നത് പ്രഷറാണ്. നമ്മൾ വെള്ളത്തിനടിയിലേക്ക് പോകുന്നതോറും വാട്ടർ പ്രഷർ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സോ അത് നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അത് നെഗറ്റീവായി ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഹെൽത്തും അതുപോലെ തന്നെ 18 വയസ്സും. ഇത് കഴിഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും, അതായത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഈവൻ ട്രാൻസ് ആയിക്കോട്ടെ ആർക്കാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ, നോ ഇഷ്യൂസ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്? ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഏത് രീതിയിലാണ്? ഇല്ല, ഇത് 10ാം ക്ലാസ് തോറ്റവർക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിതിൽ എഡ്യൂക്കേഷൻ അല്ല, നമ്മുടെ സ്കില്ലാണ് നമുക്കിതിൽ വേണ്ടത്. നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല, നമുക്കിതൊരു ധൈര്യം വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്കിതൊരു സ്കില്ല് വേണം, നമുക്കൊരു കോൺഫിഡൻസ് വേണം. സോ അതുകൊണ്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചോളം അവർക്ക് +2 ഇത്ര മാർക്ക് വേണം എന്നൊന്നും അവർ പറയുന്നില്ല. ജസ്റ്റ് 18 വയസ്സ് അത് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ മെഡിക്കലും ഓക്കെ ആണെന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. യെസ്, ഞാൻ പഠിച്ചത് കേരളത്തിൽ തന്നെയായിരുന്നു. പുറത്തേക്കും സാധ്യതകളുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ അന്വേഷിക്കുമല്ലോ എവിടെയാണ് എന്നുള്ളത്. സോ ഞാൻ കേരളത്തിലായിരുന്നു. ഞാൻ ഫസ്റ്റ്, കാരണം ഒന്നാമത് നമ്മൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. കാരണം എനിക്ക് എക്സാം വന്ന് എഴുതണം. സോ എനിക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. സോ എല്ലാം കൂടി ഒത്തുവരുന്ന ഒരു രീതിയിലായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഞാൻ പഠിച്ചത്, കോവളത്ത് ബോൺ സഫാരിയിലാണ് ഞാൻ പഠിച്ചത്.
നമ്മൾക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രം തന്നെയുള്ളൂ. ഇതുപോലെ ഡൈവിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അത് നമ്മൾ പോയി ജോയിൻ ചെയ്യുക. അങ്ങനെ ഒരു ബാച്ച് വൈസ് അങ്ങനെയൊന്നുമല്ല, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നടക്കുന്നത്. സോ പോയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. പോലെ കടൽ ആണല്ലോ നിങ്ങളുടെ മെയിൻ ഇത്. നമ്മള് അധികവും ഒന്നുകിൽ ട്രിപ്പ് പോകുമ്പോൾ സ്കൂബ ഡൈവിംഗ് ചെയ്യണം, കടലിന്റെ അകത്ത് പോയി എന്തൊക്കെയാണ് ആ ഒരു വിസ്മയ ലോകം കാണണം എന്ന് മാത്രം പറയുന്ന റീലുകളാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അതുല്യ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊസിഷൻ. അതായത് കടലിനടിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അതായത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കപ്പലൊക്കെ നന്നാക്കുന്നതും എന്തെങ്കിലും കേട് വരുമ്പോൾ അതിനടിയിലേക്ക് പോകുന്നതൊക്കെ, അതാണ് അതുല്യയുടെ ജോലി. അപ്പൊ അത് എത്രമാത്രം ദുഷ്കരമാണ്? ഈ പറയുന്നത് പോലെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഈ ജോബിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേഞ്ചറസ് ജോബാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മീൻസ് നമ്മൾ കൊണ്ടുപോകുന്ന എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, അതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, എർത്തും കൂടെ ഉണ്ട്. വെള്ളമാണ്, എർത്താണ്. സോ നമ്മുടെ ചെറിയൊരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മതി, സോ അത് മരണത്തിന് വരെ കാരണമാകുന്ന ഒരു ജോബാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വേൾഡിലെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ജോബ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് അത്ര തന്നെ ഉള്ളൂ. കാരണം എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടുള്ള നമ്മുടെ വർക്കുകളാണ് ചെയ്യുന്നത്. സോ അതന്നെ ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കടലിന്റെ അടിയിൽ പോയിട്ട് എത്ര തവണ ഈ പറയുന്ന വർക്ക് ചെയ്തിട്ടുണ്ട്? അതിൽ ഏകദേശം 1 year ആയിട്ട് ഞാൻ കൊമേഴ്ഷ്യൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനത്തെ വർക്ക് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കത് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയാണെന്നുള്ളത് അവരെ പഠിപ്പിച്ചു. ആദ്യം ഞാൻ ചെയ്യുന്നു, പിന്നെ അതിനുശേഷം അവരെ പഠിപ്പിക്കുന്നു. സോ 1 year ആയിട്ട് നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൈവിട്ട് പോയി തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഡൈവിങ് ഇപ്പോൾ ഈ സ്കൂബയിലാണെങ്കിലും കൊമേഴ്ഷ്യലിലാണെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സേഫ്റ്റി മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ സേഫ്റ്റി മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യം എമർജൻസി എന്നുള്ളൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സാണ് നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യുന്നത്. സോ അതിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക്, ഇത് ഇപ്പോൾ അണ്ടർ വാട്ടർ വെൽഡിങ് നമ്മൾ ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് ആ നിൽക്കുന്ന പൊസിഷൻ, ആ മെഷീൻ എത്ര, അതായത് ഇപ്പോൾ ഞാൻ നിന്നിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, ആ മെഷീൻ നമ്മുടെ ഒരു തലയുടെ ഈ ഒരു സൈഡിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എർത്തിലേക്ക് സംഭവിക്കും. അപ്പോൾ അതൊക്കെ അതിന് മുമ്പേ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു എന്താ പറയുക, ആ ഒരു റൂൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ആക്ച്വലി അപകടങ്ങൾ സംഭവിക്കുന്നത്. സോ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മുൻകരുതലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെയല്ല, നമ്മൾ ബഡി സിസ്റ്റം ആയിട്ടാണ് പോവുക. നമ്മുടെ കൂടെ വേറൊരു ഡൈവറും കൂടി ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇത് സംഭവിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ മുകളിലേക്ക് ഇൻഫോം ചെയ്യും. നമുക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ. സോ നമ്മൾ അപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, വേണ്ട നടപടികൾ സ്വീകരിക്കും, നമ്മളതിനെ മുകളിലെത്തിക്കും. അതുപോലെ തന്നെ സ്റ്റാൻഡ് ബൈ ഡൈവേഴ്സ് ഉണ്ട്, അവർ ജമ്പ് ചെയ്തിട്ട് നമ്മളതിനെ കൊണ്ടുപോകും. സോ അലേർട്ടാണ്, എല്ലാവരും അലേർട്ടായിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഡൈവർ ആയിക്കോട്ടെ, മേലെ നിൽക്കുന്ന സൂപ്പർവൈസർ ആയിക്കോട്ടെ, സ്റ്റാൻഡ് ബൈ ആയിക്കോട്ടെ, എല്ലാവരും അലേർട്ടായിട്ട് നിൽക്കുക. ആ ഒരു 30 minutes ആണ് നമ്മൾ വർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വേറെ യാതൊരു തരത്തിലുള്ള ഇതുമില്ല. അതായത് ഈവൻ മൊബൈൽ പോലും നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ശ്രദ്ധയിൽ നമ്മളിത് നോക്കി നിൽക്കുക, മൊബൈലിലൊക്കെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡൈവറിന് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ എമർജൻസി സംഭവിക്കുകയാണെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മളായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സൂപ്പർവൈസർ നമ്മളിത് ചോദിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ ഡൈവർ ഓക്കെ ആണോ, വർക്കുകളെല്ലാം ഓക്കെ ആണ്. അപ്പോൾ ഈവൺ ആ ഡൈവർ അവിടെ നിന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ തന്നെ അതിന് വേണ്ട എമർജൻസി സിറ്റുവേഷൻസിൽ സ്റ്റാർട്ട് ചെയ്യണം. സോ ആ ഒരു 30 minutes എന്ന് പറയുന്നത് അലേർട്ടായി നിൽക്കണം എല്ലാവരും. എത്ര മണിക്കൂറോളം ഈ കടലിനടിയിൽ? അങ്ങനെയല്ല, നമുക്കിപ്പോൾ ഓരോ ഡെപ്തിന് എനിക്കിപ്പോൾ പോകാൻ പറ്റുന്ന ഡെപ്ത് എന്ന് പറയുന്നത് 50 meter ആണ്. സോ ഓരോ ഡെപ്തിനും ഓരോ സമയപരിധി ഉണ്ട്. ഇപ്പോൾ ഒരു 30 meter ആണ് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 meter ആണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ 20 minutes ആണ് നമുക്ക് ബോട്ടം ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 50 meter ആണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5 minutes മാക്സിമം 5 to 6 ആ ഒരു ഇതിലേക്കാണ് നമ്മൾ നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അസെൻഡ് ചെയ്ത് വന്നിരിക്കണം. ഇത് എക്സീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിന് പ്രോബ്ലമായി മാറും. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാത്തിനും റൂളുണ്ട്. ഇത്ര നേരം നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു 18 മീറ്ററിലാണെങ്കിൽ ഒരു 45 minute. അതിൻ്റെ അപ്പുറം നമ്മൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. അവിടെയാണ് അപകടം ഒളിച്ചിരിക്കുന്നത്. സോ കൃത്യമായിട്ട് അത് പാലിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ സ്ത്രീ പുരുഷ വ്യത്യാസത്തിനെ കുറിച്ചല്ലേ. അപ്പോൾ തികച്ചും പേഴ്സണലാണ്, റെസ്പോണ്ട് ചെയ്യുമെന്ന പോലെ എനിക്കറിയില്ല, എന്നാലും ചോദിക്കുകയാണ്. ഈ പറയുന്നത് പോലെ സ്ത്രീകൾക്ക് ചില പരിമിതികൾ ഉണ്ടല്ലോ, ചില ടൈം പീരീഡ് ആണെങ്കിലൊക്കെ. ആ സമയത്ത് അപ്പോൾ എങ്ങനെയാണ് ജോലി ബ്രേക്ക് ആണോ അല്ലെങ്കിൽ? അങ്ങനെയല്ല, ഡൈവിംഗ്
ഡൈവിങ്ങിൽ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ മാത്രമാണ് നമ്മൾ ഡൈവ് ചെയ്യാതിരിക്കേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. പിന്നെ പീരീഡ്സ് സമയത്ത് നമുക്ക് ഡൈവ് ചെയ്യാം. പീരീഡ്സ് സമയത്തൊന്നും അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് മാറി നിൽക്കത്തൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ക്രാമ്പ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, പെയിൻ ഉള്ള ഒരാളായിരുന്നു. ഡൈവിങ്ങിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ പെയിൻ മാറി തുടങ്ങിയത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ പറയുന്ന പോലുള്ള എന്താ പറയുക, അങ്ങനെ ഒരു വ്യത്യാസമൊന്നും തോന്നിയിട്ടൊന്നുമില്ല, നോർമൽ തന്നെയാണ്. പിന്നെ ഇപ്പോൾ അങ്ങനെ ഒരു ബ്ലീഡിങ് ഒന്നും കാണാനില്ല. നമ്മൾ വെറ്റ് സ്യൂട്ടൊക്കെയാണ് ഇടുന്നത്. സോ അത് അങ്ങനെ ഒരു ലീക്ക് ആയിട്ടുള്ളതൊന്നുമില്ല. ആഫ്റ്റർ അതിന് ശേഷം നമുക്ക് വാഷ്റൂം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, നോർമൽ പോലെ തന്നെയുള്ളൂ. ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. വെള്ളമാണ് എന്ന് പേടിക്കേണ്ട ഒരു അവസ്ഥ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ അതല്ല, ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം ലീവ് എടുത്തോണ്ടും വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലോ. സോ നമ്മൾ ഓരോരുത്തർ പറയുക എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഒരു 1 ഡേ നമുക്ക് ലീവ് എടുക്കാം. എന്നെ സംബന്ധിച്ച് എനിക്കിതുവരെ അങ്ങനെ ഒരു ഇതിന്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് ലീവിന്റെ ആവശ്യമില്ല. പ്രഗ്നൻസി ആവുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ മാറി നിൽക്കണം. അബോർഷൻ സംഭവിക്കുക, ഞാൻ പറഞ്ഞു, പ്രഷറാണ്. സോ അബോർഷനിലേക്കുള്ള ചാൻസസ് ഉണ്ട്. അത്രയേ ഉള്ളൂ അതിൽ. ഈ പ്രാക്ടീസിന്റെ സമയത്ത് പേടി തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി എന്നെ സംബന്ധിച്ചോളുണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എന്റെയൊക്കെ മെയിൻ ഹോബി എന്ന് പറയുന്നത് എന്നെ ഈ കുളത്തിൽ പോയി ചാടുക. പക്ഷെ ഒരു കാര്യമുള്ളത്, കടലാണിത്, പാലക്കാടാണ് വീട്. അതെ, കടലില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരു കടല് കര അല്ല ഈ കുളം എന്നുള്ള ഒരു സംഭവത്തിൽ എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിനുള്ള മറ്റു പറഞ്ഞ പോലെ ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല വെച്ചിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിച്ചത് എല്ലാ വെള്ളം ഒരുപോലെയാണ്. പിന്നെ വേവ്സിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും, ബട്ട് എല്ലാം ഒരുപോലെയാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ അവിടെ പോയിട്ട് ഞങ്ങൾ ഇതുപോലെ ചാടിക്കളിക്കുന്നു, പന്തയം വെച്ചിട്ട് നമ്മൾ കുറേ നേരം മുങ്ങിയിരിക്കുന്നു. ഇതൊക്കെയാണ് സ്കൂൾ വിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഒരു ഹോബി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഡൈവിങ്ങിലേക്ക് വന്നിട്ട് ഇതുപോലെ ഫസ്റ്റ് തന്നെ നമ്മുടെ അടുത്ത് സ്വിം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സ്വിം ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. വേവ്സ് വരുന്ന സമയത്ത് അതിൽ കൂടെ എങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഫസ്റ്റ് ടൈം എൻ്റെ ഇൻസ്ട്രക്ടർ എനിക്ക് ഡൈവിങ് ഇത് തന്നു, മാസ്ക് തന്നേ, ഡൈവിങ് മാസ്ക് തന്നിട്ട് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അണ്ടർ വാട്ടർ കാണുന്നത്. അതുവരെ നമ്മൾ ഈ വിത്തൗട്ട് മാസ്ക് നമുക്ക് എല്ലാം എന്തായിരിക്കും കാണില്ല ഒന്നും. സോ ഇത് വെച്ചപ്പോഴാണ് ഓക്കെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനൊരു ലോകം ഉണ്ടെന്ന് ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് കോവളത്ത് വെച്ചിട്ടാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് എന്താ പറയുക കളർഫുൾ ആയിട്ടുള്ള ഫിഷുകൾ, ഇതൊക്കെ ഞാൻ ആദ്യം കാണുന്നത്. അപ്പോൾ ചെറിയൊരു ഡെപ്തിൽ തന്നെ ഞാൻ ഇത്രയും കാഴ്ച കാണുകയാണെങ്കിൽ ഇനി അപ്പുറത്തുള്ള ഭാഗത്ത് ഞാൻ എന്ത് കാണും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതുതന്നെയാണ് അന്നും ഇന്നും എന്നെ ഡൈവിലേക്ക് നയിക്കുന്ന ഒരു കാര്യം. ഞാൻ എന്തായിരിക്കും നാളെ കാണുന്നത്, എന്തായിരിക്കും നാളത്തെ കാഴ്ചകൾ, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വിസിബിലിറ്റി ചേഞ്ചസ് ഉണ്ടായിരിക്കും. എന്നും വരുന്ന ഫിഷ് ആയിരിക്കില്ല വരുന്നത്, ഫിഷുകൾ തന്നെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. സോ ഇതൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ഓരോ കാഴ്ചകളാണ്, റിപ്പീറ്റേഷൻ ഇല്ല നമുക്ക്. സോ അതൊക്കെ തന്നെ ഭയങ്കര രസമാണ്. അതെ, റിസ്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് റിസ്കിന്റെ കാര്യം പറയുമ്പോൾ അതുലിന്റെ ഒരു കോസ്റ്റ്യൂം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വെൽ പ്രിപ്പയർഡ് ആണ്. പക്ഷെ ഈ കാണുന്ന കാഴ്ചയിലുള്ള വെയിറ്റ് ആണോ അതിനുള്ളത്? അതായത് ഒരു ഓക്സിജൻ സിലിണ്ടർ അടക്കം കൊണ്ടാണല്ലോ കടലിനടിയിലേക്ക് പോകുന്നത്. അതൊക്കെ എങ്ങനെയാണ്? വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ കൊമേഴ്ഷ്യലിൻ്റെ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സിലിണ്ടേഴ്സ് ആണെങ്കിൽ 17 kgs വരെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെൽമെറ്റിനാണെങ്കിൽ 14 കിലോ വരുന്നുണ്ട്. നമ്മൾ വെയിറ്റ് ബെൽറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഓരോ എന്താ പറയുക വെറ്റ് സ്യൂട്ടിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ട വെയിറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈവൻ യൂസ് ചെയ്യുന്ന ഫിന്നിന് ഒരു വെയിറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ടൊരു 10-40 കിലോൻ്റെ അടുത്ത്. അതെ, നമ്മൾ ഒന്നാമത് ഈ ഹെൽമെറ്റിന്റെ വെയിറ്റ് നമുക്ക് ഫസ്റ്റ് ടൈം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി തോന്നുന്നത്. കാരണം ഇതിങ്ങനെ വെച്ചിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഷോൾഡറിലൊക്കെ നമുക്ക് എന്ത് സംഭവിക്കും, ലൈക്ക് ഇങ്ങനെ ഒരു കട്ടിപ്പൊക്കെ എനിക്കിവിടെ ഇങ്ങനെ ഈ 2 സൈഡും ഭയങ്കര ഒരു കട്ടിപ്പുണ്ട്. കാരണം അത് ഈ ഹെൽമെറ്റ് വെച്ചിട്ട് നമ്മൾ പറയില്ലേ തഴമ്പ് വരിക എന്നൊക്കെ പറയില്ല, എല്ലാവരുടെയും കയ്യിലല്ലേ വരിക, എൻ്റെ ഈ സൈഡിലെ വരിക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന എക്യുപ്മെന്റ്സ് ആണെങ്കിലും ഭയങ്കര എന്നെക്കാട്ടും വലിയ എക്യുപ്മെന്റ്സാണ് കൊണ്ടുപോകുക. സോ ഇത് വെള്ളത്തിലേക്ക് എത്തുന്നത് വരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. വെള്ളത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അണ്ടർ വാട്ടറിൽ നമുക്ക് എല്ലാ വസ്തുക്കളും വെയിറ്റ്ലെസ് ആണ്. സോ ഈ കരയിൽ നിന്ന് നമ്മൾ കോസ്റ്റ്യൂം എല്ലാം ഇട്ട് ആ ഒരു നമ്മുടെ സൈറ്റിലേക്ക് എത്തുന്നത് വരെ നമ്മളിതെല്ലാം
ക്യാരി ചെയ്യണം. എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ ഇങ്ങനൊരു മേഖലയിലേക്ക് വരുമ്പോൾ അതുല്യന്റെ ഓരോ മാറ്റങ്ങളും കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ കേരളത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ പോയി വന്നിരിക്കുക, അതെന്താണ് സംഭവം? അത് അങ്ങനെ എന്തെങ്കിലും ഈ പറയുന്ന റെക്കോർഡ് പോലും നേടിയിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ അതായത് കേരളത്തിൽ ഞാൻ പഠിച്ചത് സ്കൂബ ഡൈവിംഗ് ആണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയിലുള്ള ജാക്ക് ഡൈജസ്റ്റ് അവരാണ് ഈ കൊമേഴ്ഷ്യലിൻ്റെ സർട്ടിഫിക്കേഷൻ എല്ലാം നമ്മൾ ചെയ്യുന്നതും അതുപോലെ തന്നെ കോഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതും. സോ അവർ ഇന്ത്യ വിസിറ്റ് ചെയ്തു, നമ്മുടെ കൊച്ചിയിലുള്ള നമ്മുടെ ഡൈവ് സെൻറ്റർ വിസിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ വിസിറ്റ് ചെയ്ത സമയത്ത് നോർമലായിട്ട് നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു. അതിനുശേഷം പിന്നീട് അവർ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, അതിൽ നമ്മുടെ ടീമിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്, ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോഴും എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 ലക്ഷം എന്നുള്ളത് അല്ലെങ്കിൽ ഇത്ര വലിയൊരു എമൗണ്ട് എന്നുള്ളത് എൻ്റെ മുമ്പിലൊരു ചോദ്യചിഹ്നമായിരുന്നു. സോ ഞാൻ പറഞ്ഞത് അവരോട് ഇത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഞാൻ വരുന്നില്ല, എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഒരു 2 ഇയേഴ്സിനുള്ളിൽ ഞാൻ അവിടേക്ക് വരും, ആ ഒരു സേവിങ്സിൻ്റെ സമയം മാത്രമേ എനിക്ക് വേണ്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല നമ്മൾ അതിൽ തന്നെ ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വനിത എന്നുള്ള രീതിയിൽ നമ്മളാണ് എല്ലാ സ്പോൺസർഷിപ്പും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിനെ കൊണ്ടുപോകുന്നത്. സോ എല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകുന്നത്. അവിടെ പഠിച്ചു, അതിന് ശേഷം 1 ഇയർ ഞാൻ അവിടെ വർക്ക് ചെയ്തു, ഇപ്പോൾ നാട്ടിലേക്ക് വന്നു. അതാണ് സൗത്ത് ആഫ്രിക്ക കണക്ഷൻ എന്നുള്ള രീതിയിലാണ്. അല്ല, നമുക്കിതിങ്ങനെ മാറിക്കൊണ്ടിരിക്കാം, അതായത് ജോബ് നമുക്ക് മാറിക്കൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ നമ്മൾക്കിപ്പോൾ എനിക്കിപ്പോൾ അടുത്ത ദുബായിലേക്കാണ് കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത് നമുക്ക് അങ്ങോട്ടേക്ക്, ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് നമുക്ക് വാല്യൂ ഉള്ളതാണ്. സോ നമ്മുടെ സ്കില്ലിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഏത് കൺട്രി ആണോ നമുക്ക് സെലക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, നമ്മൾ പോയി വർക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈ കരിയർ സെലക്ട് ചെയ്യുന്ന പെൺകുട്ടികളോട് എന്താണ് അതിലേക്ക് പറയാനുള്ളത്? വെൽക്കം, അത്ര എനിക്ക് പറയാനുള്ളൂ. അത് ഇപ്പോൾ അത്ര വലിയൊരു ഡേഞ്ചറസ് ജോബാണ്, എന്നെ കൊണ്ട് പറ്റുമെന്നില്ല. ഞാൻ ഇത്രയല്ലേ ഉള്ളൂ, എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും വേണ്ടത് നമുക്കൊരു മനോധൈര്യമാണ്, അല്ലെങ്കിൽ ഒരു ധൈര്യം, ഇത് ചെയ്യാം, എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഈ വർക്കിലേക്ക് നമ്മളതിനെ എത്തിക്കുന്നത്. സോ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഒന്നും ഇല്ല, ആർക്ക് വേണമെങ്കിലും വന്ന് വർക്ക് ചെയ്യാം. അതാ പറഞ്ഞത്, ഇതിങ്ങനെ ഒരു ബോയ്സിന് വേണ്ടി മാത്രം മാറ്റി വെച്ചൊരു ജോബ് എന്നല്ല. അത് സ്ത്രീകൾ അവരാരും ബാധിക്കുന്ന ഒരാൾക്കാരൊന്നുമല്ല, അവർ ഓക്കെയാണ്, അവർക്ക് ആ ഒരു ധൈര്യം ഉണ്ട്, അവരത് പോയി ചെയ്തു. സ്ത്രീകളാരും ഇതുവരെ അതിന് ട്രൈ ചെയ്തില്ല, ഞാനത് ട്രൈ ചെയ്ത് നോക്കി, എന്നെ കൊണ്ട് പറ്റും. സോ എല്ലാവർക്കും പറ്റും, അങ്ങനെ അത്രയേ ഉള്ളൂ അതിൽ. എന്തായാലും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അതിർവരമ്പുകളൊന്നുമില്ലാതെ ജീവിക്കാനുള്ള അവസരം നമുക്ക് മുന്നിലുണ്ട് എന്ന് കാണിക്കുന്ന ഒരാൾ തന്നെയാണ് അതുല്യ. അതിലേക്ക് എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു സോ മച്ച്.